നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനം ഒരു കയറ്റം വലിക്കുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിക്ക് നമ്മുടെ വാഹനം നോർമൽ റോഡിൽ കൂടെ ഓടിക്കുമ്പോൾ വളരെ സ്മൂത്ത് ആയിരിക്കും. ഏതെങ്കിലും ഒരു കയറ്റം കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്ലോപ്പോ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് വാഹനം ഒട്ടും തന്നെ വലിക്കുന്നില്ല. ഇങ്ങനെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ശരിക്കും ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്ന RASC57 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഓൾട്ടോ 800 കയറ്റം വലിക്കുന്നില്ല. കുത്തനെയുള്ള കയറ്റം മാത്രമല്ല, ഒരു മീഡിയം കയറ്റം പോലും വലിക്കുന്നില്ല. നല്ലൊരു ചോദ്യമാണ്. കാരണം ഓൾട്ടോ 800 മാത്രം ഞാനിത് പറയുന്നില്ല, കാരണം എല്ലാ വാഹനത്തിനെയും കൂടെ കമ്പയർ ചെയ്യാൻ നമുക്കൊന്ന് ജസ്റ്റ് പറയാം. ശരിക്കും ഈ പറഞ്ഞൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സെനീറിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ചോദ്യം നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ ഏത് വർഷത്തെ വാഹനമാണ്, എത്ര കിലോമീറ്റർ ഓടുകയാണ്, എത്ര കിലോമീറ്റർ ഓടിയതാണ്, ഈ കാര്യങ്ങളോട് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ട്. കാരണം എന്താണ് ആ സിറ്റുവേഷൻ, അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, എന്തൊക്കെ കംപ്ലയിൻറ്റ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, whatever it is, നമുക്ക് ഈ പറഞ്ഞതുപോലെ ഓൾട്ടോ 800 ആണ് കയറ്റം വലിക്കുന്നില്ല. ശരിക്കും ഒരു വാഹനം കയറ്റം വലിക്കാതെ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചാൽ, ഉറപ്പായിട്ടും, കാരണം നോർമൽ റോഡ്സിൽ കൂടെ നല്ല നീറ്റായിട്ട് ഓടും, അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം പവറൊക്കെ കിട്ടുന്നുണ്ട്. കയറ്റം കയറുമ്പോഴാണ് വലിമടുപ്പ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എയർ ഫിൽറ്റർ. അതായത് ആ വാഹനത്തിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ എന്നാണ് റീപ്ലേസ് ചെയ്തത്. ചിലർ പറയും എൻ്റെ വാഹനം 40,000 കിലോമീറ്റർ ഓടിയിട്ടില്ല, പക്ഷേ ഒരു 8 വർഷമായി. ഇപ്പോൾ ഈ പറയുന്ന പോലെ 8 വർഷമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 4ാമത്തെ വർഷത്തിൽ നമ്മൾ റീപ്ലേസ് ചെയ്ത് വിടേണ്ട കാര്യമാണ് ഈ പറയുന്ന എയർ ഫിൽറ്റർ. ചിലപ്പോൾ ഓട്ടോ ഇല്ലാത്ത വാഹനമായിരിക്കും. ഓട്ടോ ഇല്ലെങ്കിലും, ഓട്ടം കുറവാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കൃത്യമായിട്ട് അത് മാറേണ്ട സമയത്ത് അത് മാറിയില്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ പറഞ്ഞതുപോലെ പുള്ളിംഗ് ലെസ് ഉണ്ടാകും. അത് ഒന്നാമത്തെ കാര്യം, എയർ ഫിൽറ്റർ. രണ്ടാമത്തെ കാര്യം സ്പാർക്ക് പ്ലഗ്. നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ബേൺ ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്ന യൂണിറ്റ്. ഈ യൂണിറ്റിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സ്പാർക്ക് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് പിടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, പ്രോപ്പറായിട്ടുള്ള ബേണിംഗ് നടന്നിട്ടില്ലെങ്കിൽ. അങ്ങനെ സ്പാർക്ക് പ്ലഗ് കാർബണിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത് പ്രോപ്പറായിട്ടുള്ള സ്പാർക്ക് അവിടെ വരണമെന്നില്ല. അങ്ങനെ വന്നാൽ ഈ പറഞ്ഞ പോലെ ഒരു പുള്ളിംഗ് ലെസ് ഉണ്ടാകും. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ചിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ, അതായത് ക്ലച്ച് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ക്ലച്ച് കാല് വെച്ച് വാഹനം ഓടിക്കുന്നുണ്ടെങ്കിലോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ക്ലച്ച് തീരാറായിട്ടുണ്ടെങ്കിൽ നോർമൽ റോഡിൽ നല്ല സ്മൂത്തായിട്ട് ഓടും, പക്ഷേ കയറ്റം ഒരു കാരണവശാലും ഈ വാഹനം വലിക്കുന്നതായിരിക്കത്തില്ല, വാഹനം വെറുതെ എരച്ച് നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് ക്ലച്ച് നിങ്ങൾ ചെക്ക് ചെയ്യണം. പിന്നെ ഈ പറയുന്ന പോലെ ബാക്കിയുള്ള പവർ ഔട്ട്പുട്ട്, നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിലൊക്കെ കൃത്യമായിട്ട് മാറുന്നില്ലെന്നുണ്ടെങ്കിൽ, കാരണം എഞ്ചിൻ ഓയിൽ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഒരു പ്രധാന ഘടകമാണ്. ഏകദേശം ഓരോ വർഷം കൂടുമ്പോൾ കൃത്യമായിട്ട് റീപ്ലേസ് ചെയ്തോണം, അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ കൂടുമ്പോൾ റീപ്ലേസ് ചെയ്തോണം. ഇതിലേതാണ് ആദ്യം വരുന്നത്? പലരും ചെയ്യുന്നൊരു കാര്യം, ഓട്ടം കുറവാണ്, വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. വർഷത്തിൽ ഒന്ന് റീപ്ലേസ് ചെയ്തിരിക്കണം. ഇത് ബൈക്ക് വരുന്ന സമയത്ത്, അതായത് ഞാൻ ഈ കാറിൻ്റെ കാര്യമാണ് പറയുന്നത്, ബൈക്കിലോട്ടൊക്കെ വരുന്ന സമയത്ത് അതൊരു 3 മാസം, ചില വാഹനങ്ങളിൽ 6 മാസം, ഇതും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പൊക്കോണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് മറന്നു പോകരുത്, അല്ലെങ്കിൽ ഒരു കാരണവശാലും വിട്ടുപോകരുത്. കൃത്യമായിട്ടുള്ള രീതിക്ക് നമ്മുടെ വാഹനത്തിൻ്റെ സർവീസ് പ്രോപ്പർ ആണെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു പ്രോബ്ലം വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വാഹനം കയറാൻ പറ്റാത്ത രീതിയിലല്ല മാനുഫാക്ചർ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ആ വാഹനം ആദ്യം തൊട്ട് ഓടിക്കുന്ന സമയത്തും ഈ കയറ്റം കയറാൻ ബുദ്ധിമുട്ട് വരത്തില്ല. ഏതൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്നോട്ടാണ് ഈ പ്രശ്നം ഉണ്ടായെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. സർവീസ് സെൻറ്ററിൽ കൊണ്ട് കാണിക്കുന്ന സമയത്ത് അവരോട് വ്യക്തമായിട്ട് പറയണം, അതായത് ഈ സർവീസിന് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു വർക്കിന് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു കിലോമീറ്ററിന് ശേഷമാണ് ഈ ഒരു പ്രോബ്ലം വന്നത്. അതായത് നമുക്കത് കൃത്യമായിട്ട് പറയാൻ സാധിക്കണം എപ്പോൾ തൊട്ടാണ് ഈ കംപ്ലയിൻറ്റ് വന്നത്. അപ്പോൾ അവർക്ക് റെക്ടിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ചുകൂടെ എളുപ്പം ഉണ്ടായിരിക്കും. എന്തെങ്കിലും വാർണിംഗ് ലൈറ്റ്സ് കാണിക്കുന്നുണ്ടോ? ഇപ്പോൾ വാർണിംഗ് ലൈറ്റ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ O2 സെൻസറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ ഫ്യൂൽ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വാഹനം വലിക്കത്തില്ല. പ്രോപ്പറായിട്ടുള്ള എയർ കൃത്യമായിട്ട് കിട്ടാതെ വന്നിട്ട് കൂടുതൽ ഫ്യൂൽ കിട്ടിക്കഴിഞ്ഞാൽ വാഹനം വലിക്കൂല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കണം. വലിക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും കൊണ്ട് കാണിച്ചത് ക്ലിയർ ചെയ്തിരിക്കണം. അങ്ങനെ ക്ലിയർ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് വരുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ ഫ്യൂൽ എഫിഷ്യൻസി താഴെ പോകും. നമ്മുടെ വാഹനത്തിൽ ഒരു കാരണവശാലും മൈലേജ് കിട്ടുന്നതായിരിക്കത്തില്ല, പവർ ലോസ് ഉണ്ടായിരിക്കും. നമുക്കൊരു 3-4 പേരെ വെച്ച് വാഹനം ഒട്ടും തന്നെ ഓടിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരിക്കത്തില്ല. അതുകൊണ്ട് കഴിവതും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ പുള്ളിംഗ് ലെസ് മാറുന്നതായിരിക്കും.